ഛത്രപതി ശിവജി മഹാരാജ് 1680 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഹനുമാൻ ജയന്തി ദിവസത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ കോൺസ്പിറസീസ് നിറഞ്ഞതായിരുന്നു എന്ന് കേൾക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇന്ത്യൻ ചരിത്രത്തിലും എക്കാലത്തേക്കും ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശിവജി മഹാരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോണ്ടംപററി ആയിട്ടുണ്ടായിരുന്ന ഔറംഗസീബ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന ഓരോ പ്രധാനപ്പെട്ട കാരണങ്ങളും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. മുഴുവനായിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ്സ് ഡിസ്കസ്. വെൽക്കം ടു ഹിസ്റ്ററി ടീച്ചർ SP. ആരായിരുന്നു ഛത്രപതി ശിവജി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. തന്റെ 16ാമത്തെ വയസ്സിൽ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ശിവജി. അന്ന് ആ 16ാമത്തെ വയസ്സിൽ ഭരണം ഏറ്റെടുത്തത് മുതൽക്ക് പിന്നീടുള്ള 34 വർഷവും അദ്ദേഹത്തിന് ഒരുപാട് സ്ട്രഗിൾസ് നേരിടേണ്ടി വരുന്നുണ്ട്. 1674 അദ്ദേഹം രാജാവായിട്ട് വരുന്നതും അങ്ങനെയാണ് ഛത്രപതി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ എല്ലാം സ്വീകരിക്കുന്നത്. രാജാവായതിനു ശേഷം വെറും 6 വർഷം മാത്രമാണ് അദ്ദേഹം ഭരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1674 രാജാവായിട്ടുണ്ടായിരുന്ന ഇദ്ദേഹം 1680 മരണപ്പെട്ടു പോകുന്നത്. ഈ ഒരു 6 വർഷവും അതിനു മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ 34 വർഷത്തെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസ്, കോൺസ്പിറസീസ് എല്ലാം നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രത്തിന്റെ ഒരു ഡയമെൻഷൻ മാത്രം നോക്കിയാൽ പോരാ, പല ഡയമെൻഷനുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ചരിത്രമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മുഗൾസുമായിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. ഞാനിവിടെ പറയുന്നത് പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്നാണ്. കാരണം ഇന്നും ഇന്ത്യൻ പൊളിറ്റിക്സിൽ ശിവജി എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ ഔറംഗസീബ് എന്ന് പറയുന്ന കഥാപാത്രവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദു മുസ്ലിം വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ചരിത്രത്തിന്റെ ഇടം നേടിയവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ആ കാലഘട്ടത്തിലെ ചരിത്രമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകും. പറയാൻ കാരണം, ശിവജി എന്ന് പറയുന്ന ഛത്രപതിയുടെ അദ്ദേഹത്തിന്റെ ആർമിയിൽ നമുക്ക് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. സിമിലർലി നമുക്ക് ഔറംഗസീബിന്റെ കാലഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ വളരെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു മറാത്ത സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തിന് 400-ലേറെ വരുന്ന ഷിപ്പുകൾ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി പറ്റും. വളരെ പവർഫുൾ ആയിട്ട് അദ്ദേഹം ഭരിക്കുകയും ഏകദേശം ഇന്നത്തെ മഹാരാഷ്ട്രയുടെ ഭാഗം, കൊങ്കൺ റീജിയൻ, കർണാടകത്തിന്റെ ഭാഗങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന് കീഴിലായിരുന്നു. എന്നാൽ 1680-കളുടെ സമയത്ത് അദ്ദേഹം മരിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഇന്നും ചരിത്രത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകളോ അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു സിംഗിൾ ഒപ്പീനിയനോ നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില സോഴ്സുകളും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിവജിയുടെ മരണത്തിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയോ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. തന്റെ 50ാമത്തെ വയസ്സാകുമ്പോഴേക്കും ശിവജി ഒരുപാട് യുദ്ധങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം അവശനാവുകയും അസുഖബാധിതരാവുകയും ആ കാലഘട്ടത്തിലെ വൈദ്യം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഒരു മറാത്ത സ്റ്റേറ്റിന്റെ ഒരു സുപ്രീമസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതാണ് അദ്ദേഹത്തിന്റെ തന്നെ ഓട്ടോബയോഗ്രാഫർ കൂടിയായിട്ടുണ്ടായിരുന്ന കൃഷ്ണാജി ആനന്ദ് സബ്സത് എന്ന് പറയുന്ന ആള്. അദ്ദേഹം പറയുന്നത് ശിവജി മരിക്കുന്നത് തന്റെ അവസാന കാലഘട്ടത്തിൽ പനിയോ അല്ലെങ്കിൽ ടൈഫോയിഡോ ബാധിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ്. അതേസമയം ആ കാലഘട്ടത്തിലെ മറ്റു ചില സോഴ്സുകൾ കൂടെ പരിശോധിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള മറ്റു ചില അഭിപ്രായങ്ങളും കാണാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു ബോംബെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ പറയുന്നത് ശിവജി 12 ദിവസങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന് അസുഖം വരികയും ആ അസുഖത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് ബ്ലഡി ഫ്ലക്സ് എന്ന് പറയുന്ന, അതായത് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിട്ടാണ് മരിക്കുന്നത് എന്നുള്ളതാണ് ബ്രിട്ടീഷ് രേഖകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയത്ത് പോർച്ചുഗീസ് രേഖകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ കോണ്ടംപററി മറാത്ത ശിവജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു വംശമായിട്ടുണ്ടായിരുന്ന മുഗൾ രാജവംശത്തിന്റെ റെക്കോർഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ബ്ലഡ് ഛർദ്ദിച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നതിലോട്ടുള്ള പല കാരണങ്ങൾ. അങ്ങനെ 1680 ഏപ്രിൽ മാസത്തിലെ ഹനുമാൻ ജയന്തിയുടെ ദിവസം അന്ന് ഉച്ച 12 മണിയാകുന്ന സമയത്താണ് ശിവജി ഈ ലോകത്തോട് വിട പറയുന്നത്. അങ്ങനെ ശിവജി മഹാരാജ് മരിച്ചു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചരിത്രത്തിലെ ഒരു അഭ്യൂഹത്തിന്റെ കഥകൾ കൂടിയുണ്ട്.
ഒരു പക്ഷേ ശിവജി മരണപ്പെടാൻ കാരണം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചിലർ അദ്ദേഹത്തിന് പോയിസൺ നൽകി കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. ആരായിരിക്കാം ഇവർ? ഇതിനെക്കുറിച്ച് ചരിത്രത്തിലെ ഏതാനും ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വൈഫായിട്ടുണ്ടായിരുന്ന സോയറാബായി അവരുടെ മകന് ഭരണം കിട്ടാൻ വേണ്ടി ശിവജിയെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. എന്തിനാണ് ഭരണം കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവിനെ കൊന്നുകളയുന്നത്? ഭർത്താവിന്റെ മൂത്ത മകനായിട്ടുണ്ടായിരുന്ന സാമ്പാജി ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ശിവജിയെ കൊന്നുകളഞ്ഞുകൊണ്ട് സാമ്പാജി ഇല്ലാത്ത സമയം ഭരണം ഏറ്റെടുക്കാനായിരുന്നു സോയറാബായിയുടെ ശ്രമമെന്ന് ഏതാനും ചില ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എങ്കിലും അതിനും ഏതാനും ചില ഹിസ്റ്റോറിക്കൽ ഇൻഅക്യുറസീസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ രേഖകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ശിവജി മരിച്ചതിന് ശേഷം 1680 ഏപ്രിൽ മാസത്തിൽ റായ്ഗഡ് ഫോർട്ടിൽ വെച്ചുകൊണ്ട് ഈ സോയറാബായി അദ്ദേഹത്തിന്റെ 10 വയസ്സായിട്ടുള്ള മകൻ രാജാറാമിനെ ഭരണത്തിൽ ഇരുത്തുകയുണ്ടായി. പിന്നീട് ഏതാനും ചില മാസങ്ങൾക്ക് ശേഷം ജൂൺ മാസത്തിൽ സാമ്പാജി വരികയും ഇവരെ പരാജയപ്പെടുത്തുകയും അങ്ങനെ രാജാറാമിനെയും സോയറാബായും ജയിലടക്കുകയും ചെയ്തു എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 1680 ഒക്ടോബർ മാസമാകുന്ന സമയത്ത് സോയറാബായിയെ രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ പിന്നീട് കൊന്നു കളഞ്ഞു എന്നും ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ ഈ റീസെന്റ് ഇറങ്ങിയിട്ടുള്ള സാമ്പാജി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സിനിമയിൽ, ചാവ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ മറ്റൊരു രൂപമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതാണ് ഞാൻ പറയുന്നത്, ചരിത്രത്തിന് പല വേർഷൻസ് ഉണ്ട്, ഡയമെൻഷൻസ് ഉണ്ട്. ചരിത്രം പറയുന്ന ആളനുസരിച്ചിരിക്കും ചരിത്രത്തിന്റെ രീതി എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഡിഫറെന്റ് പോസിബിലിറ്റീസ് മാത്രം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ അത് മറ്റൊരു പെർസ്പെക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.